നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അക്ഷമരായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളിയായ ശരണ്യയെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. വനമേഖലയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത്. 4 ദിവസമായി യുവതിക്കായി തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. 4ാം ദിവസമായ ഇന്ന് വൈകിട്ടോടുകൂടി അല്പസമയം മുൻപാണ് വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. കുടകിലെ തടിയന്റെ മോൾ കൊടുമുടി കയറാനെത്തിയ കോഴിക്കോട് നാഥാപുരം സ്വദേശിനിയും കൊച്ചിയിൽ IT കമ്പനി ജീവനക്കാരിയുമായ GS ശരണ്യയെ വ്യാഴാഴ്ചയാണ് കാണാതായത്. വ്യാഴാഴ്ച രാവിലെ വനം വകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് ശരണ്യ ഉൾപ്പെടെയുള്ള സംഘം ട്രക്കിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ യാത്രക്കിടെ ശരണ്യയെ കാണാതാവുകയായിരുന്നു. 60 അംഗ സംഘം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയത്. ഡ്രോൺ, തെർമൽ സ്കാനർ, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. ഈ മാസം 2-ന് ഉച്ചയോടുകൂടിയാണ് ശരണ്യയെ കാണാതായത്. ശരണ്യ തന്റെ മോൾ ട്രക്കിംഗ് കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ എത്തിയിരുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ് ട്രക്കിങ്ങിന് ആളുകൾ എത്താറുള്ളത്. 10 പേരടങ്ങിയ സംഘത്തെയാണ് ട്രക്കിങ്ങിന് അയക്കാറുള്ളത്. 9 പേർ കൂടി എത്തിയ ശേഷം 8:15-ന് ട്രക്കിങ്ങിന് കടത്തിവിടുകയായിരുന്നു. ബംഗളൂരു, ഹൈദരാബാദ് സ്വദേശികളായ 9 പുരുഷന്മാരും ശരണ്യയും അടങ്ങിയ 10 അംഗ സംഘമായിരുന്നു പുറപ്പെട്ടത്. തിരച്ചിറങ്ങിയപ്പോൾ ശരണ്യയെ കാണാതെ പോവുകയായിരുന്നു. ശരണ്യ ഒരു നായയുടെ കൂടെ കളിച്ചു കുന്നിൽ മുകളിൽ നിൽക്കുന്നത് കണ്ടുവെന്ന് മടങ്ങി വന്നവർ പറഞ്ഞിരുന്നുവെന്നും ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. 10 പേരടങ്ങിയ ട്രക്കിംഗ് സംഘത്തിൽ ഒരച്ഛനും മകനും ഉണ്ടായിരുന്നു. അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശരണ്യയെ കണ്ടിരുന്നതായി പറയുന്നു. അവർ താഴേക്ക് പോവുകയാണ് എന്ന് ശരണ്യയോട് പറഞ്ഞപ്പോൾ താൻ വന്നോളാം എന്നാണ് പറഞ്ഞതെന്നുമാണ് അവർ പറഞ്ഞതെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. പിന്നീടാണ് റിസോർട്ടിലെ ആളെത്തി ശരണ്യ തിരിച്ചെത്തിയില്ല എന്ന് പറയുന്നത്. ഫോണിൽ വിളിച്ചപ്പോൾ 1 തവണ കിട്ടിയിരുന്നു. അപ്പോഴാണ് വഴി തെറ്റിയെന്ന് ശരണ്യ പറഞ്ഞത്. പിന്നീട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ മേലധികാരികളെ വിവരം അറിയിച്ചു. വനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെന്നും നാട്ടുകാരെയും ട്രൈബൽ വിഭാഗത്തുമായുള്ളവരെ അടക്കമുള്ളവരുമായി കൂട്ടിച്ചേർത്ത് വിളിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ മാതാപിതാക്കളുടെയും നാടിന്റെയും കാത്തിരിപ്പിന് അറുതിയായി ശരണ്യയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത വൈകിട്ട് 6 മണിയോടുകൂടി ലഭിക്കുകയാണ്. ശരണ്യയെ കണ്ടെത്തിയെന്ന് വനംവകുപ്പിന്റെ വിവരം എത്തിയതോടുകൂടി സുഹൃത്തുക്കളും കുടുംബങ്ങളും ആശ്വാസത്തിലാണ്. യുവതിയെ കാണാതായ വിവരം അറിഞ്ഞ കേരള മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്തായാലും ആശ്വാസകരമായ വാർത്ത വരുന്നു. ശരണ്യ എന്ന ഉരുക്കു വനിത കഴിഞ്ഞ 3 ദിവസം അതിജീവിച്ച കഥ എങ്ങനെയെന്നറിയണം, അതിജീവിച്ച നിമിഷങ്ങൾ എങ്ങനെയെന്നറിയണം. എന്തായാലും ഇനി ശരണ്യയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ശരണ്യയുടെ ആരോഗ്യനില എത്രത്തോളമാണ് എന്നറിയില്ല. വന്യജീവികളുടെ ഒരു വ്യവഹാരമുള്ള സ്ഥലം കൂടിയാണിത്. എങ്ങനെ അവിടെ നിലനിന്നിരുന്നു, എങ്ങനെ പിടിച്ചു നിന്നു നടക്കമുള്ള കാര്യങ്ങൾ അറിയണം. ആരോഗ്യവതിയാണോ ശരണ്യ നടക്കമുള്ള കാര്യം അറിയണം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ശരണ്യയെ ലഭിച്ചു, ശരണ്യ വന്നു, ശരണ്യ തിരിച്ചു കിട്ടിയെന്ന ആനന്ദകരമായ വാർത്ത. ശരണ്യയുടെ അമ്മയുമായി അവർ കോൺടാക്ട് ചെയ്തു, സംസാരിച്ചു, സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് എന്ന് സംസാരിച്ചു. എന്തായാലും ആശ്വാസകരമായ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ്.